ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു വെർബലി ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയുമല്ലോ, അതുതന്നെ ആയിരിക്കും. എനിവേ നമുക്ക് വി ഹാവ് ടു മൂവ് ഫോർവേഡ് അല്ലേ. അപ്പം ഒരു ഹെൽത്ത് ടിപ്പാണ്. ഞാൻ ഇതിനു മുമ്പ് കുറേ ഹെൽത്ത് പോസ്റ്റേഴ്സൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ വെർബലി ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഫോർ മീ. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും ലൈഫിൽ ഒരു പർട്ടിക്കുലർ ഏജ് ലിമിറ്റ് ഇല്ല, ഒരു ഏത് ഏജിൽ വേണമെങ്കിലും നമുക്ക് എൻകൗണ്ടർ ചെയ്യാവുന്ന ഒരു ഇതാണ്. ഒന്നുമില്ല, എന്താണത്? ഇറ്റ്സ് നൺ അതർ ദാൻ വായുനാറ്റം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബാഡ് ബ്രെത്ത് അല്ലേ. ഒരു ബാഡ് ബ്രെത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഏജ് ലിമിറ്റ് ഇല്ലല്ലോ അതിന്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം. സി വി ആർ ജസ്റ്റ് ഹ്യൂമൻ അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം വായുനാറ്റമുള്ള പല ആൾക്കാർക്ക് മേ ബി ഇറ്റ്സ് ആൻ എംബാരസിങ് മൂമെന്റ് ഫോർ ദം, അല്ലെങ്കിൽ ഒരു എംബാരസ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഷെയിംഫുൾ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ വെറും ഹ്യൂമൻസ് ആണ്. അപ്പം ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ള, നമുക്ക് ഒരുപാട് പരിമിതിക്കുള്ളിൽ ജീവിക്കുന്ന മനുഷ്യർ മാത്രമാണ് നമ്മൾ. അപ്പം നമുക്കങ്ങനെ പല ബുദ്ധിമുട്ടുകളും ലൈഫിൽ വരും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതേപോലെ ഒരു കാര്യം തന്നെയാണ് ഈ ബാഡ് ബ്രെത്ത് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഒരു ഡെൻ്റൽ ഡീകേ, അല്ലെങ്കിൽ പല്ലിന് പോട്, ഗം ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നിങ്ങൾ ഡെൻ്റൽ ഹൈജീനെ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഗോട്ട് ദാറ്റ് ഡെൻ്റൽ ഹൈജീൻ, അല്ലെങ്കിൽ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നെപ്പോലുള്ള പല്ല് മൊത്തം കേടായി നല്ലപോലെ ചോക്ലേറ്റ് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഈ റീസെൻ്റ്ലി ഞാൻ സ്റ്റോപ്പ് ചെയ്തു, കാരണം അത്രയും ഞാൻ ഉപയോഗിച്ച് ഇനിയിപ്പം എൻ്റെ പല്ലിന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അതിനെ മോശമാക്കി കളഞ്ഞു. സോ എനിക്ക് ക്യാപ്പും ക്രൗണും എന്നും വേണ്ട എല്ലാം എൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. സോ നമ്മൾ ഇനിയുള്ളതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം ഇനിയും നിങ്ങൾ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പല്ല് മോശമാക്കരുത്. സോ വിൽ കം ടു ദ പോയിന്റ്. അപ്പം എന്താണ് നിങ്ങൾ വൈകുന്നേരം കളയാനുള്ള ഒരു ആദ്യത്തെ ഇതെന്ന് വെച്ചാൽ, നല്ലപോലെ ബ്രഷ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും നല്ലപോലെ ബ്രഷ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവന്തോ നമ്മൾ ആഡ്സിൽ കാണുന്ന പോലെ സാധാരണ ബ്രഷ് ഉപയോഗിച്ചിട്ട് അവരിതാ ഇങ്ങനെയല്ല കാണിക്കുന്നത്, ചുമ്മാതാ, ഒന്നും പോകത്തില്ല. അതിന് നമ്മൾ ഏജ് ആകും തോറും, അല്ലെങ്കിൽ ചിലൊരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഡെൻ്റൽ ഗ്യാപ്സ് ഫോം ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം പോയിട്ട് ഈ ഗ്യാപ്സിലൊക്കെ വരും. അപ്പോൾ എല്ലാ ഗ്യാപ്സിലും അല്ലെങ്കിൽ എല്ലാ ഏരിയയിലൊന്നും ഈ ബ്രഷ് പോകില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, രാവിലെ എണീച്ച് ബ്രഷ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ടങ് സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നല്ല പോലെ നാക്ക് ക്ലീൻ ചെയ്യുക. ഒരച്ചങ്ങോട്ട് കളയരുത്. ഒരു മൈൽഡ് ടു മോഡറേറ്റ് ലെവലിൽ ടങ് സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സ്ക്രാപ്പ് ചെയ്ത് കളയാം. അപ്പം നമുക്ക് ഈ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ടങ്ങിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഡെബ്രിസ് ഉണ്ടല്ലോ, ആ ഫോം ചെയ്തിരിക്കുന്ന ബാക്ടീരിയ ജേംസ് എല്ലാം പറ്റിപ്പിടിച്ചിരിക്കും. കാരണം ഈ ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം ഇവർ കഴിച്ച് അവരുടെ ഒരു അവർ വ്യവഹരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാം വന്ന് അടിഞ്ഞു കൂടുന്നില്ലെങ്കിൽ മീറ്റിംഗ് നടത്തുന്ന പ്ലേസാണ് നമ്മുടെ ഈ നാക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ എണീച്ച് നാക്ക് പഠിക്കണമെന്ന് തന്നെ അതിനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. പിന്നെ ശേഷം ഡെൻ്റൽ ഫ്ലോസ് ഉപയോഗിച്ച് നല്ല ഫ്ലോസിങ് നടത്തുക. അത് ഡെൻ്റൽ ഫ്ലോസ് അറിയാമല്ലോ, നല്ല ഒരു വള്ളി പോലെ ഇരിക്കുന്ന സാധനം. അപ്പോൾ അതിനെ വെച്ചിട്ട് നല്ലപോലെ ഫ്ലോ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഇൻ്റർ ഡെൻ്റൽ ബ്രഷ് കിട്ടും. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് ചില സാഹചര്യത്തിൽ നമ്മുടെ ബ്രഷ് കൊണ്ട് നല്ലപോലെ ആ ഒരു ഇൻസൈഡൊന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഈ ഒരു ഇൻ്റർ ഡെൻ്റൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉള്ളിലിരിക്കുന്ന ആ ഫുഡ് പാർട്ടിക്കിൾസിനെ ഒക്കെ നമുക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. സെക്കൻഡ് തിങ് വാട്ട് യു ഹാവ് ടു ഡു ഈസ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. നല്ലപോലെ വെള്ളം കുടിക്കുക. അതിപ്പം ഒരു ഡെൻ്റൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പല രീതിയിലും ഉണ്ട്. നല്ല വദനം സുന്ദരമായിട്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫേസിന് നല്ല ഗ്ലോ വരും, നല്ല കിഡ്നി ഫംഗ്ഷൻ നമ്മുടെ നോർമലാവും, വേസ്റ്റ് പ്രോഡക്ട്സിനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഡിസ്ക്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ വെള്ളം കുടിക്കുന്നതിനുണ്ട്. അപ്പം ഇതിന് ഡെൻ്റൽ ഹൈജീനും അതേപോലെ വെള്ളം കൂടിയും തമ്മിൽ ബന്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും ടീ കോഫി ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്, അതേപോലെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി നമ്മളിത് എടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായിൽ നിന്നൊരു നാറ്റം വരും അല്ലേ, ഒരു ബാഡ് ഓർഡർ വരും. അത് ഒരു സൾഫർ കോമ്പൗണ്ട്സ് ഫോം ചെയ്തിട്ട് ഇതാണ് ഈ ഓർഡറായിട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് നല്ലപോലെ വെള്ളം കുടിച്ചാൽ അപ്പോൾ ഇതിനെ അങ്ങ് കൗണ്ടർ ബാലൻസ് ചെയ്ത് പൊക്കോളും. അങ്ങനെ വായുനാറ്റം ഒരു പരിധി വരെ നമുക്ക് നല്ലപോലെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഡെൻ്റൽ ഫ്ലോസൊക്കെ ഉപയോഗിക്കുക, ഇൻ്റലിൻ്റെ ബ്രഷൊക്കെ ഉപയോഗിക്കുക, അഴുക്കെല്ലാം എടുത്ത് കളയുക. രാത്രി നല്ലപോലെ ബ്രഷ് ചെയ്യുക.
ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മൗത്ത് വാഷൊക്കെ ഒന്ന് ഉപയോഗിക്കാം. അത് ഈ മൗത്ത് വാഷിൻ്റെയൊക്കെ ഓവർ യൂസേജ് ഒന്നും കൊള്ളില്ല, അതൊക്കെ ഭയങ്കര മോശം തന്നെയാണ്. അത് ഒരു പരിധി വിട്ടാൽ അതൊന്നും കൊള്ളില്ല. അത് എപ്പോഴും അതൊന്നും എന്താ പറയുക, ഒരു പരിധി വിട്ടാൽ ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ലിമിറ്റിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. നമുക്ക് വൈനാറ്റം അങ്ങനെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ആരും അങ്ങനെ ഒരു ഷെയിംഫുൾ ആയിട്ട് വെച്ചിരിക്കേണ്ട കാര്യമില്ല. അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലൈഫ് എല്ലാം അങ്ങനെ തന്നെയാണ്, ഇത് മാത്രമല്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഹെൽത്ത് ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റു നല്ല ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് വരാം. അപ്പം ശരി, ഗുഡ് നൈറ്റ്, ബൈ.